നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ പട്ടയ വിതരണം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. വയലൻസ് ക്ലബ് ഓഫ് പാണഞ്ചേരി ടൗൺ കുടുംബസംഗമവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ പൊന്നൂക്കരയിൽ തെരുവുനായ ശല്യം രൂക്ഷം. ഒരു മാസത്തിനിടെ നിരവധി പേർക്ക് കടിയേറ്റു. തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും വിവിധ ചടങ്ങുകളോടെ നടന്നു. വിശദമായ വാർത്തകളിലേക്ക്. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ 663 പട്ടയങ്ങൾ വിതരണം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. വടക്കാഞ്ചേരി നിയോജക മണ്ഡലം പട്ടയമേള റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യനെ മണ്ണിന്റെ അധികാരികളാക്കുന്ന ശ്രമകരമായ പ്രവർത്തനമാണ് നാം ഏറ്റെടുത്ത് യാഥാർത്ഥ്യമാക്കുന്നതെന്ന് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ മന്ത്രി പറഞ്ഞു. ചരിത്രത്തിലാദ്യമായി ഒരു സംസ്ഥാനം പട്ടയ മിഷൻ തുടക്കം കുറിച്ച് പട്ടയ അസംബ്ലികൾ നടത്തി ഭൂരഹിതരെ കണ്ടെത്തി പട്ടയ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഭൂമിയുടെ ഉടമകളാക്കുകയാണ്. വനഭൂമി പട്ടയങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കേന്ദ്രം വനവകുപ്പുമായി ചർച്ച ചെയ്ത് അതിവേഗം പട്ടയങ്ങൾ ലഭ്യമാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വരടയം GUP സ്കൂളിൽ നടന്ന പട്ടയമേളയിൽ MLA CVR ചിറ്റിലപ്പള്ളി അധ്യക്ഷം വഹിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സ്വാഗതവും തഹസിൽദാർ T ജയശ്രീ നന്ദിയും പറഞ്ഞു. നിയോജക മണ്ഡലത്തിലെ പട്ടയ പ്രശ്നങ്ങൾ പരിഹരിച്ച് പട്ടയ വിതരണം സാധ്യമാക്കിയ വിവിധ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരെ ആദരിച്ചു. പതിറ്റാണ്ടുകളായി പട്ടയം ലഭിക്കാതിരിക്കുന്നവർക്കായി 292 ലാൻഡ് ട്രിബ്യൂണൽ പട്ടയങ്ങളും 170 ദേവസ്വം ലാൻഡ് ട്രിബ്യൂണൽ പട്ടയങ്ങളും 120 മിച്ചഭൂമി പട്ടയങ്ങളും 43 വനഭൂമി പട്ടയങ്ങളും 1964 നിയമപ്രകാരമുള്ള 28 പുറമ്പോക്ക് പട്ടയങ്ങളും 1995 നിയമപ്രകാരം 4 മുനിസിപ്പൽ പട്ടയങ്ങളും ഉൾപ്പെടെ 663 പട്ടയങ്ങളാണ് മേളയിൽ വിതരണം ചെയ്തത്. അവണൂർ അംബേദ്കർ നഗറിലെ 97 കുടുംബങ്ങൾക്കും ഇത്തപ്പാറ നഗറിലെ 21 കുടുംബങ്ങൾക്കുമായാണ് 120 മിച്ചഭൂമി പട്ടയങ്ങൾ നൽകിയത്. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ കുറ്റൂർ, പുഴയ്ക്കൽ, ചിറ്റിലപ്പള്ളി, ചാലക്കൽ, എടക്കളത്തൂർ എന്നീ വില്ലേജുകളിൽ 20 കുടുംബങ്ങൾ കൈവശം വെച്ച കന്നുകാലി പുറമ്പോക്ക് ഭൂമിക്ക് ഉൾപ്പെടെയാണ് 28 പുറമ്പോക്ക് പട്ടയങ്ങൾ നൽകിയത്. ചടങ്ങിൽ പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ, വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ PN സുരേന്ദ്രൻ, അവണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി, കോലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംഭരൻ, കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK ഉഷാദേവി, അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ, ഡെപ്യൂട്ടി കളക്ടർ MC ജ്യോതി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു. നാലു 4,09,955 പട്ടയങ്ങൾ എന്നാൽ 4,09,995 പേർക്ക് കൊടുത്ത കേവല രേഖകളല്ല. 2016 2021 കേരളത്തിൽ 2 ഗവൺമെന്റുകൾ ഒരേ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അധികാരം ഏറ്റെടുക്കുമ്പോൾ TV-യിലും പത്രങ്ങളിലും ആ ചിത്രം കണ്ട് ആര് മന്ത്രിയായിട്ട് എനിക്കെന്തു കാര്യം, തമ്പുരാനെ മരിച്ചാൽ കുഴിച്ചിടാൻ ഒരു 6 അടി മണ്ണിൻ്റെ അവകാശം ലഭ്യമായില്ലല്ലോ എന്ന് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത 4,09,955 കുടുംബങ്ങൾ ഭൂമിയുടെ അവകാശികളായി എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. പട്ടയ മിഷനിൽ എങ്ങനെ ഒരു പട്ടയത്തിൻ്റെ അവകാശം നേടിയെടുക്കാം എന്നതിൻ്റെ ഉദാഹരണമാണ് അവണൂർ, അംബേദ്കർ, ഇത്തപ്പാറ നഗരങ്ങളിൽ നടന്ന ഇപ്പോൾ വിതരണം ചെയ്യുന്ന മിച്ചഭൂമി പട്ടയം. അതിനൊരു ദീർഘമായ കാലത്തിൻ്റെ ചരിത്രമുണ്ട്, ഞാനത് വിശദീകരിക്കുന്നില്ല. 1980-കളിൽ ആരംഭിച്ച പട്ടയ നടപടികളാണ്. പട്ടയം ലഭിച്ച പലരും ഭൂമി കൈവശപ്പെടാതിരിക്കുകയും പരിപാലിക്കാതിരിക്കുകയും അനധികൃതമായി കൈമാറുകയും ചെയ്ത അനുഭവങ്ങളുള്ള ഒരു സ്ഥലം.
1980 ആരംഭിച്ച പ്രശ്നം 1992 ആളുകളെ സ്ഥലത്ത് നിന്ന് ഒഴിവാക്കുക എന്ന നടപടിയിലേക്ക് കടന്നെങ്കിലും എത്രയോ വർഷങ്ങളായി സ്ഥായിയായ പ്രശ്നത്തിന് പരിഹാരം കാണാനായില്ല. ഇപ്പോ വടക്കാഞ്ചേരി മണ്ഡലത്തിൽ നടന്ന റവന്യൂ അസംബ്ലിയിൽ ഈ പ്രശ്നം ഉയർന്നു വന്നപ്പോൾ ആ പ്രശ്നം പട്ടയ ഡാഷ്ബോർഡിൽ ഉൾപ്പെടുത്തുകയും പട്ടയ നടപടികൾ വേഗതയിലാക്കാനുള്ള പരിശ്രമങ്ങളിൽ വടക്കാഞ്ചേരി മണ്ഡലത്തിലെ പട്ടയ ഡാഷ്ബോർഡിലെ ഈ പ്രശ്നത്തിലേക്ക് കടക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മിച്ചഭൂമി പട്ടയങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനിടയിൽ പട്ടയ ഡാഷ്ബോർഡിൽ ഉൾപ്പെടുത്തിയ ഈ പ്രശ്നം സംസ്ഥാന ലാൻഡ് ബോർഡ് തന്നെ 25/10/2023 വിശദമായ പരിശോധനയ്ക്ക് ശേഷം ഒരു ഉത്തരവ് നൽകുകയും ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ തന്നെ അവണൂർ അംബേദ്കർ നഗർ സർവേ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ടീമിനെ നിയോഗിക്കുകയും ചെയ്തുകൊണ്ട് ഈ പട്ടയത്തിലേക്ക് നാം കടന്നത്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയല്ല. അതിവേഗം സർവേ നടത്തി ഇപ്പോഴത്തെ കൈവശക്കാരുടെ വിവരങ്ങൾ ശേഖരിച്ച് അവർക്ക് ഭൂമി ലഭിച്ച രേഖകളും മുൻരേഖകളും ഒക്കെ പരിശോധിച്ച് ഇന്ന് ഈ സായം സന്ധ്യയിൽ നമ്മളിവിടെ കൂടുമ്പോൾ 980 മുതൽ ആരംഭിച്ച് ദീർഘമായ ഒരു 45 വർഷക്കാലം നാം കണ്ട സ്വപ്നത്തിന് ഇന്ന് ഈ സായം സന്ധ്യയിലൂടെ പരിഹാരം കണ്ട് 120 കുടുംബങ്ങൾക്കും മിച്ചഭൂമി ഈ വൈമെൻസ് ക്ലബ് ഓഫ് പാണഞ്ചേരി ടൗൺ കുടുംബസംഗമവും ആദരിക്കലും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ബാബു കൊള്ളന്നൂർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പത്രപ്രവർത്തകരായ ജോർജ് പുടിപ്പാറ, VM രാധാകൃഷ്ണൻ തുടങ്ങിയവരെ കണ്ണാറ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനിപ്പള്ളി വികാരി ഫാദർ ബേസിൽ ബേബി ആദരിച്ചു. PG പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ K സതീഷ് കുമാർ അവാർഡ് ദാനം നിർവഹിച്ചു. ക്ലബ് അംഗങ്ങളായ ഷിബു വർഗീസ്, ജോയ് ജോൺ, ലിബു വർഗീസ്, റെജി നെല്ലിക്കൽ, സുരേന്ദ്രൻ, CK ഷാജു, എൽദോസ് യോഹനാൻ, തോമസ് വിലിയമറ്റം, ജോഫി ജേക്കബ്, പങ്കജാക്ഷൻ, സുരേഷ് കുമാർ, അരുൺ കുമാർ, തിമോത്തി പറമ്പുള്ളി, ശ്രീനിവാസൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചില സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാകും. മാഷ് ഈ മാസം, അതായത് ജൂലൈ മാസം ആദ്യം മുതൽ തുടർച്ചയായിട്ട് ഇങ്ങനെ വിളിക്കാറുള്ളത് ദീർഘമായൊരു കാലമായി മാഷയുടെ നേതൃത്വത്തിൽ മാഷ് പ്രസിഡൻ്റായിട്ടുള്ള ഒരു സദനത്തിന് ദീർഘമായൊരു കാലമായി അവരുടെ കയ്യിലുള്ള ഭൂമി പതിച്ചു കൊടുക്കാനുള്ള പ്രശ്നം മാറി മാറി വന്ന ഗവൺമെൻറ്റുകളുടെ മുമ്പിലെല്ലാം ഉന്നയിച്ച് സാധാരണ നിലയിൽ റവന്യൂ വകുപ്പ് മന്ത്രിയായി ഏറ്റവും പ്രിയപ്പെട്ട ഗുരുതുല്യരായ മനുഷ്യരെയൊക്കെ കാണാൻ പോയ കൂട്ടത്തിൽ നിങ്ങൾ മന്ത്രിയായിരിക്കുന്ന കാലത്തെങ്കിലും ഇത് കിട്ടുമോ? ഈ കഴിഞ്ഞ മാസം ആദ്യത്തേക്ക് അത് ഏതാണ്ട് തയ്യാറായി. അപ്പോൾ മാഷിങ്ങനെ തുടർച്ചയായിട്ട് എന്നെ വിളിച്ച് ഞാൻ മരിക്കുന്നതിന് മുമ്പ് അത് ഏറ്റ് വാങ്ങാനുള്ള സൗകര്യം ഉണ്ടാകുമോ മിനിസ്റ്ററെ എന്നിങ്ങനെ തുടർച്ചയായിട്ട് ചോദിക്കുകയാണ്. അപ്പം ഞാൻ 13-ാം തീയതി ഇവിടെ പാർട്ടിയുടെ ജില്ലാ സമ്മേളനം കഴിഞ്ഞിട്ട് തിരിച്ച് തിരുവനന്തപുരത്ത് പോകുമ്പോൾ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് GP-മാരെ കാണണം, പിന്നെ വർഗീസേട്ടൻ എറണാകുളത്തുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പനി പിടിച്ച് കിടന്നതും അസുഖം പിടിച്ചു പറഞ്ഞില്ല, അദ്ദേഹത്തെ ഒന്ന് കാണണം. അപ്പം ഞാൻ പെട്ടെന്ന് രാജീവ് മിനിസ്റ്ററും കൂടി ആലോചിച്ചിട്ട് നമുക്കിപ്പോൾ ഇന്ന് തന്നെ സാനു മാഷിൻ്റെ അങ്ങ് പട്ടയം കൊടുത്താലോ, മാഷിങ്ങനെ തുടർച്ചയായിട്ട് ചോദിക്കുകയല്ലേ എന്നിങ്ങനെ പറഞ്ഞു. വളരെ സന്തോഷത്തോടെ 14-ാം തീയതി മാഷ പട്ടയം ഏറ്റുവായി. ഇന്ന് വൈകുന്നേരം ഈ വാർത്ത കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിത്തിരിച്ചു. സാധാരണ ഒരു ദിവസം നമ്മൾ ചെയ്യേണ്ട പണി ഒരു 10-15 ദിവസം നമ്മുടെ തിരക്ക് മൂലം മാറ്റിവെച്ചെങ്കിൽ മാഷ് പറഞ്ഞത് ജീവിതകാലം മുഴുവൻ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വേദനയായി മാറിയാണ്. മാഷയുടെ നിര്യാണത്തിലുള്ള അനുശോചനം ശിരസ് നമിച്ച് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള എഴുത്തുകാരനും വാഗ്മിയും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ നേതാവും എല്ലാ അർത്ഥത്തിലും ശ്രീനാരായണീയനുമായിരുന്ന മാഷയുടെ നിര്യാണത്തിലുള്ള അനുശോചനം ഹൃദയത്തിൽ തൊട്ട് രേഖപ്പെടുത്തുകയാണ്. ഞാൻ കൃത്യം 6:30-ക്കോ 6:45-നോ എത്തിച്ചേരേണ്ടതാണ്.
നവണൂരിൽ ഏതാണ്ട് 700ഓളം പേർക്ക് ദീർഘമായ 45 വർഷക്കാലമായി കിട്ടാത്ത പട്ടയം കൊടുക്കാനുള്ളൊരു ചടങ്ങിലായിരുന്നു. അതിൽ അധ്യക്ഷനാകേണ്ട പ്രിയപ്പെട്ട MLA മരണപ്പെട്ടു പോയ കലാഭവൻ സ്റ്റേഷൻ്റെ അന്ത്യോപചാരം അർപ്പിക്കാൻ പോയി. ഹൈവേയിൽ ഇത്തിരി വൈകിയത് കൊണ്ട് ഏതാണ്ട് 6:15 വരെ അത് തുടങ്ങാൻ വൈകി. MLA കൂടി വന്നിട്ട് കൊടുക്കാൻ എന്ന് കരുതി പെട്ടെന്ന് പോരാമെന്ന് കരുതിയിരുന്നതാണ്. അതുകൊണ്ടാണ് ഇത്തിരി നേരം വൈകിയത്, ക്ഷമിക്കണം. ഞാൻ ഇനിയൊരു ദീർഘമായ പീച്ചി DMC യോഗം ചേർന്നു. പീച്ചി ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കൌൺസിൽ ഗവേണിംഗ് ബോഡി യോഗം റവന്യൂ ഭവന വകുപ്പ് മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ തൃശൂർ രാമനിലയം ഗസ്റ്റ് ഹൌസിൽ ചേർന്നു. പീച്ചി DMCയുടെ പ്രവർത്തനങ്ങളുടെ അവലോകനം, ഓണത്തോടനുബന്ധിച്ച് അമ്യൂസ്മെന്റ് റൈഡുകളും ഗെയിമുകളും സ്ഥാപിക്കൽ, DMCയിലെ കരാർ ജീവനക്കാരുടെ കരാർ പുതുക്കൽ, DMCയിൽ അടിയന്തരമായി ചെയ്യേണ്ട അറ്റകുറ്റപ്പണികൾ, പീച്ചി സെക്ടറിന്റെ ഓണാഘോഷത്തിനുള്ള സംഘാടക സമിതി രൂപീകരണം തുടങ്ങിയ കാര്യങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ KV സജു, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ വിജയരാജ് തുടങ്ങിയവർ സംസാരിച്ചു. KFRI, TWD, റവന്യൂ, ടൂറിസം തുടങ്ങി വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. മണ്ണുത്തി കൊടുങ്ങല്ലൂർക്കാവ് ഭഗവതി ക്ഷേത്ര പറമ്പിന്റെ മുൻവശത്ത് റോഡരികിൽ മിനി മാസ്റ്റ് കഴിഞ്ഞ ദിവസം തൃശൂർ കോർപ്പറേഷൻ മേയർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ക്ഷേത്രം ഭാരവാഹികളും ഭക്തജനങ്ങളും നാട്ടുകാരും പങ്കെടുത്തു. പുന്നംപറമ്പ് മച്ചാട് പള്ളിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം ഇരമ്പി. കള്ളക്കേസെടുത്ത് അറസ്റ്റ് ചെയ്ത കന്യാസ്ത്രീ അമ്മമാരുടെ പേരിലുള്ള FIR റദ്ദാക്കുക, സിസ്റ്റർമാരെ കുറ്റവിമുക്തമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. മച്ചാട് സെന്റ് ആന്റണീസ് പള്ളിയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി പുന്നംപറമ്പ് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ സമരം അതിരൂപത അഡ്വക്കേറ്റേഴ്സ് ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അജി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഇടവക വികാരി ഫാദർ ജോജോ എടത്തുരുത്തി അധ്യക്ഷത വഹിച്ചു. കൈക്കാരന്മാരായ ഡേവിസ് വല്ലൂരാൻ, വിൻസെന്റ് തോമസ്, VP സാൻജോ, ജിനോ വടക്കൂടൻ, കേന്ദ്ര സമിതി പ്രസിഡന്റ് തോമസ് പുത്തൂർ, ഏകോപന സമിതി പ്രസിഡന്റ് ഡേവിസ് പാണങ്കാടൻ, വിശ്വാസ പരിശീലനം PTA പ്രസിഡന്റ് ജോജോ തൈക്കാനത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു. സമരത്തിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. പുത്തൂർ പൊന്നൂക്കരയിൽ തെരുവുനായ ശല്യം രൂക്ഷം. 1 മാസത്തിനിടെ നിരവധി പേർക്ക് കടിയേറ്റു. പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ പൊന്നൂക്കര പ്രദേശത്താണ് തെരുവുനായ ശല്യം രൂക്ഷമായത്. 1 മാസത്തിനുള്ളിൽ 6ഓളം പേർക്കാണ് നായയുടെ കടിയേറ്റത്. പൊന്നൂക്കര സ്വദേശികളായ കുറുവീട്ടിൽ വേലായുധൻ, മനക്കൽ MR ചന്ദ്രൻ, തറവളപ്പിൽ കരുണാകരൻ, പാലത്തുപറമ്പിൽ ധനേഷ്, തറവളപ്പിൽ രത്നാകരൻ, കണ്ണമ്പത്ത് വേലായുധൻ തുടങ്ങിയവരെയാണ് നായ കടിച്ച് പരിക്കേൽപ്പിച്ചത്. തെരുവുനായ ശല്യം രൂക്ഷമായതോടെ കുട്ടികൾക്കും സ്ത്രീകൾക്കും പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. രാവിലെയും വൈകിട്ടും ട്യൂഷന് പോകുന്ന വിദ്യാർത്ഥികളും ഏറെ ബുദ്ധിമുട്ടിലാണ്. കൂടാതെ പൊന്നൂക്കര പള്ളിയിൽ എത്തുന്നവരെയും സമീപത്തെ ക്ഷേത്രത്തിൽ എത്തുന്നവർക്കും നേരെയും ഇരുചക്ര വാഹന യാത്രക്കാർക്ക് നേരെയും പലപ്പോഴും നായക്കൂട്ടം പാഞ്ഞടുക്കാറുണ്ട്. തെരുവുനായ ശല്യം രൂക്ഷമായതോടെ നാട്ടുകാർ പലതവണ പഞ്ചായത്തിൽ പരാതി പറഞ്ഞെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു. 8 മണിക്ക് ഞാൻ പേടിയപ്പോഴൊന്നുമില്ലാന്ന് പേടിയപ്പോൾ ആര്യൻ്റെ അടുത്തിന് പട്ടി അടിച്ചാൽ അത് ഇവിടുത്തെ പട്ടിയായിരുന്നു. അങ്ങനെ എന്നെ മുറിക്ക് കൊണ്ടുപോയി ഹോസ്പിറ്റലോടെ ജില്ലയിൽ കൊണ്ടുപോയി. അവിടെ പോയിട്ട് 2 ഇഞ്ചക്ഷൻ എടുത്തു. ഇനി 4 കൂടി എടുക്കാറുണ്ട്. ഈ പ്രദേശത്ത് നിരന്തരം നായശല്യം ഉണ്ടോ? പോവുക ഇതെല്ലാം ബന്ധപ്പെട്ട പരാതി വല്ലതും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും? പരാതി കൊടുത്തിട്ട് ഒരു കാര്യമില്ല ഇവിടെ. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഭീഷണിയല്ലേ? വലിയ ഭീഷണി നമ്മൾ പോകുമ്പോൾ 1-ാം വാർഡിൽ പൊന്നൂക്കര പള്ളി കോളനി, അതുപോലെ തന്നെ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പരിസരത്ത് ഇവിടെ ഒരുപാട് നാളുകളായിട്ട് തെരുവുനായ്ക്കളുടെ ശല്യം വളരെ രൂക്ഷമാണ്. ഇന്നലെ മിനിഞ്ഞാന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം ബഹുമാനപ്പെട്ട കരുണാകരൻ ചേട്ടനെ അടക്കം ഇപ്പോൾ 5 പേരെ ഈ ഭാഗത്ത് തെരുവുനായ്ക്കൾ കടിച്ചു കഴിഞ്ഞു. ഇനി ഈ പൊന്നൂക്കര പള്ളിയിലേക്ക് കാറ്റീസത്തിന് പോകുന്ന കുട്ടികളും അതുപോലെ ട്യൂഷന് പോകുന്ന കുട്ടികളും പൊന്നൂക്കര സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളൊക്കെ വളരെ ഭയത്തോടു കൂടിയിട്ടാണ് ഈ തെരുവുനായ്ക്കളുടെ ഇടയിലൂടെ കടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസം ട്യൂഷന് പോയിട്ട് തിരിച്ചു വരാൻ സാധിക്കാതെ അച്ഛനമ്മമാരെ വിളിച്ചു വരുത്തിയതിന് ശേഷമാണ് വീട്ടിലേക്ക് തിരിഞ്ഞു പോയിട്ടുള്ളത് കുട്ടികൾ. അപ്പോൾ അതുപോലെ ഈ പ്രശ്നത്തിന്, അതായത് പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ഈ വിഷയം നടക്കുന്നത്. ഇത്രയും ദിവസങ്ങളായിട്ടും ഇതിനെതിരെ പല സ്ഥലത്ത് പരാതി കൊടുത്തിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇനി ആരുടെയെങ്കിലും കൊച്ചു കുട്ടികൾക്ക് വലിയ ആപത്ത് സംഭവിച്ചതിന് ശേഷം
ഇതിനു വേണ്ടിയിട്ട് പ്രതിരോധ നടപടികൾ സ്വീകരിച്ചാൽ പോരാ. അതിനു മുൻപേ തന്നെ പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടാകണം. ഇല്ലെങ്കിൽ അതിനെതിരെ ശക്തമായിട്ടുള്ള ജനകീയ പ്രതിഷേധം തന്നെ ഈ പ്രദേശത്തുണ്ടാകും എന്ന് പറയും. ഇരിഞ്ഞാലക്കുട രൂപത പ്രതിഷേധ സമ്മേളനം ബിഷപ്പ് മാർ പോളി കണ്ണുങ്കാടൻ ഉദ്ഘാടനം ചെയ്തു. CHF മദർ ജനറൽ സിസ്റ്റർ ആനി കുര്യാക്കോസ്, ഫാദർ ആന്റണി മുക്കാട്ടുകരക്കാരൻ, ഡോക്ടർ ആൻഡോസ് ആന്റണി, ആൻലിൻ ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. മോൺസിഞ്ഞോർ വിൽസൺ ഈരാത്തറ പ്രതിഷേധ പ്രമേയം അവതരിപ്പിച്ചു. മോൺസിഞ്ഞോർ ജോണി വടക്കൻ സ്വാഗതവും മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ നന്ദിയും പറഞ്ഞു. അതിന് കാരണമായിട്ടുള്ളവര് ഇപ്പോഴും സ്വൈരമായിട്ട് അവരിപ്പോഴും അവരുടെ പ്രവർത്തനങ്ങള് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിനും ഛത്തീസ്ഗഡ് സംസ്ഥാന സർക്കാരിനും ന്യൂനപക്ഷങ്ങളോട് സ്നേഹമുണ്ട് എങ്കിൽ അകാരണമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ഇടയായ അതിന് കാരണക്കാരായിട്ടുള്ള മതതീവ്രവാദികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്ന് ഈ സദസ്സ് അഭ്യർത്ഥിക്കുകയാണ്. ഒരു TT സംശയം വരുമ്പോൾ വിളിച്ചുകൂട്ടേണ്ടത് പോലീസിനെയാണോ അതോ മതതീവ്രവാദികളെയാണോ? അവരാണോ സംശയത്തിന് അടിമകളായവരെ പരസ്യ വിചാരണ ചെയ്യുന്നത്? അവരാണോ മനുഷ്യക്കടത്തെന്നും നിർബന്ധിത മതപരിവർത്തനമെന്നും കുറ്റം ചുമത്തുന്നത്? നിയമത്തെ കയ്യിലെടുക്കാൻ പരിശ്രമിച്ച ഇത്തരം സാമൂഹ്യ ദ്രോഹികളെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കാൻ നീതിന്യായ കോടതിയും അതുപോലെ തന്നെ സർക്കാർ അധികാരികളും പോലീസും മുൻകൈയെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കാരണം അതല്ല എങ്കിൽ നാളെയും ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. രാജീവ് ഗാന്ധി സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ മുക്കാട്ടുകരയിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു. രാജീവ് ഗാന്ധി സാംസ്കാരിക വേദി ക്ലബിന്റെ സാമൂഹിക പ്രതിബദ്ധതയുള്ള വിവിധ പരിപാടികളുടെ ഭാഗമായി നാട്ടിലുള്ളവർ പുറത്തുപോയി വരി നിൽക്കുന്നതും കാത്തുനിൽക്കുന്നതും ഒഴിവാക്കുവാൻ വേണ്ടി മുക്കാട്ടുകരയിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു. കൂടാതെ കിടപ്പ് രോഗികളുടെ വീടുകളിൽ ചെന്നും മസ്റ്ററിംഗിനുള്ള സഹായം ചെയ്തു കൊടുത്തു. തൃശൂർ കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാമള മുരളീധരൻ, CD സെബീഷ്, ഷാജു ചെറിയത്ത്, ജോൺ സി ജോർജ്, ജെൻസൺ ജോസ് കാക്കശ്ശേരി, വിൽബിൻ വിൻസൻ, CD റാഫി, വിൻസൻ എടക്കളത്തൂർ, CP ബേബി, CK ജോൺ, KK ശശി, PS ജീസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. മലയാളി കന്യാസ്ത്രീകളെ ജയിലിലടച്ച നടപടി മഹിളാ കോൺഗ്രസ് പ്രതിഷേധ ജ്വാല തെളിയിച്ചു. പട്ടിക്കാട് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ ജയിലിലടച്ച കേന്ദ്ര സർക്കാരിന്റെ നടപടികൾക്കെതിരെ മഹിളാ കോൺഗ്രസ് പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ജ്വാല തെളിയിച്ചു. പ്രസിഡന്റ് മിനി നിജോ അധ്യക്ഷത വഹിച്ചു. KPCC അംഗം ലീലാമ്മ തോമസ് പ്രതിഷേധ ജ്വാല തിരികൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകൾക്ക് നേരെയുണ്ടായ ആൾക്കൂട്ട വിചാരണയും പോലീസ് കേസും മതേതര ഇന്ത്യ എന്ന സങ്കല്പത്തിന്റെ അടിവേരുറയ്ക്കുവാൻ പോന്നവയാണ്. ഇന്ത്യ എന്ന രാഷ്ട്രസങ്കല്പത്തിനെ തകർത്തുകളയുന്ന കാര്യങ്ങളാണ് സംഘപരിവാറും രാജ്യം ഭരിക്കുന്ന BJPയും ഉത്തരേന്ത്യയിൽ നടത്തുന്നത് എന്ന് ലീലാമ്മ തോമസ് പറഞ്ഞു. DCC എക്സിക്യൂട്ടീവ് മെമ്പർ KC അഭിലാഷ് മുഖ്യപ്രഭാഷണം നടത്തി. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് KN വിജയകുമാർ, മണ്ഡലം പ്രസിഡന്റ് ജേക്കബ് പോൾ, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ബിന്ദു കാട്ടുകൽ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ ഷേർലി മോഹനൻ, ശകുന്തള സജീവൻ, പ്രിയ വിൽസൺ, മിനി വിനോദ്, ഫസീല നിഷാദ്, ഗിരിജ, ജിൻസി ഷാജി, ജിത് ചാക്കോ, ശോഭന രാമചന്ദ്രൻ, ബീന സാബു PK, KM പൗലോസ്, രാജേഷ് കുളങ്ങര, സഫിയ ജമാൽ തുടങ്ങിയവർ സംസാരിച്ചു. തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും വിവിധ ചടങ്ങുകളോടെ നടത്തി. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ എല്ലാവർക്കും നടത്തിവരാറുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഇല്ലം നിറ, തൃപ്പുത്തിരി, ഗജപൂജ, ആനയൂട്ട് എന്നീ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുലയന്നൂർ കൃഷ്ണ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
ആനയെ പ്രത്യക്ഷ ഗണപതിയായി സങ്കല്പിച്ച് ഗണപതി പ്രീതിക്കായി നടത്തുന്ന പൂജയാണ് ഗജപൂജ. കൂടാതെ ആനകൾക്ക് കരിമ്പ്, ശർക്കര, അവിൽ, ചോറ്, പഴങ്ങൾ എന്നിവയും നൽകും. ഞായറാഴ്ച രാവിലെ നടത്തിയ ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് സുരേഷ് നെല്ലിശ്ശേരി, സെക്രട്ടറി മണികണ്ഠൻ തൊട്ടിപ്പറമ്പിൽ, കൺവീനർ സുനിൽകുമാർ തെക്കൂട്ട്, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് എല്ലാവർക്കും അന്നദാനവും ഉണ്ടായിരുന്നു. ഇനിയൊരു ഇടവേള. ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീ കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം SRK Gold and Diamonds, Kalathod, Thrissur, making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം, കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. അഭിനവിന്റെ A+ ഭവനത്തിന് കട്ടിള വെച്ച് നിർമ്മാണ ഉദ്ഘാടനം നടത്തി. തെരുവ് വിളക്കിന്റെ വെളിച്ചത്തിൽ ഇരുന്നു പഠിച്ചും തൊഴുത്തിൽ കിടന്നുറങ്ങിയും ദുരിതങ്ങളെ നേരിട്ട് ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ കരസ്ഥമാക്കിയ തെക്കുംകര പഞ്ചായത്ത് മലാക്ക ദുബായ് റോഡിൽ താമസിക്കുന്ന
അഭിനവിനെ തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന സ്വപ്ന ഭവനത്തിന്റെ നിർമ്മാണോദ്ഘാടനം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റ് ജോസ് വള്ളൂർ നിർവഹിച്ചു. തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജെയ്സൺ മാത്യു മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജയദീപ് PG മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ NR സതീശൻ, SAA ആസാദ്, KT ജോയ്, C പ്രമോദ്, VG സുരേഷ് കുമാർ, എൽദോ തോമസ്, P രാധാകൃഷ്ണൻ, TS മായാദാസ്, ജയൻ മംഗലൻ, PV ഹസ്ന, അഷ്റഫ് കരുമാത്ര, K ബിരേഷ്, ജോണി ചിറ്റിലപ്പിള്ളി, ബൈജു ഐനിക്കൽ, ഹരി നമ്പലാട്ട്, ഗിരീഷ് തിരൂർ, AM കമു, AK വാവുട്ടി, NJ ഐസക്, TA ശങ്കരൻ, P സുനിൽകുമാർ, AR സുകുമാരൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിനെ ഭവന നിർമ്മാണ കമ്മിറ്റി കൺവീനർ PV വിനയൻ സ്വാഗതവും ട്രഷറർ O ശ്രീകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. 2018 പ്രളയ സമയത്ത് ഭവനം നഷ്ടപ്പെട്ട അഭിനവിന്റെ കുടുംബത്തിന് ഉദാരമതികളുടെ സഹായത്തോടുകൂടി അതിവേഗത്തിൽ ഭവന നിർമ്മാണം പൂർത്തീകരിച്ചു നൽകുമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. വീടില്ലാത്തവർ അങ്ങനെ എത്രയോ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെയുള്ള നിസ്സഹായരായ വ്യക്തികളെ ചേർത്ത് പിടിക്കാനുള്ള മനസ്സുണ്ടാകുമ്പോഴാണ് യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്നത്. രാഷ്ട്രീയ പ്രവർത്തനം, പൊതുപ്രവർത്തനം എന്നൊക്കെ പറയുന്നത് ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണ്, ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനം. അപ്പൊ പ്രിയപ്പെട്ട അഭിനവ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും പരിമിതമായ ചുറ്റുപാടിൽ വായിക്കാൻ പോലും വെളിച്ചമില്ലാത്ത, വൈദ്യുതി ഇല്ലാത്ത, അല്ലെങ്കിൽ വഴിവിളക്കിന്റെ ചുവട്ടിലിരുന്ന് ജണ്ടയിൽ കിടന്നുറങ്ങി ഇങ്ങനെ ഒരു വലിയ നേട്ടം കൈവരിക്കാൻ പ്രിയപ്പെട്ട അഭിനവന് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ പുറകിലെ കഠിനാധ്വാനത്തിന് നമ്മൾ വില കൽപ്പിക്കണം. വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തിയെ കുറിച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരാൾ മികച്ച വ്യക്തിയാകുന്നത് ഉന്നത വിദ്യാഭ്യാസം നേടുമ്പോഴാണ്. വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാളിനോടനുബന്ധിച്ച് പുത്തൂർ ഫൊറോന കൗൺസിലിന്റെ നേതൃത്വത്തിൽ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ നാമധേയത്തിലുള്ള മാന്നാമംഗലം വിയാനി പള്ളിയിലേക്ക് പദയാത്ര നടത്തി. പുത്തൂർ ഫൊറോന പള്ളിയിൽ ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തൃശൂർ അതിരൂപത പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ അവറുകൾ പതാക ഉയർത്തി. തുടർന്ന് തൃശൂർ അതിരൂപത മെത്രാപ്പൊലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് പതാക കൈമാറി പദയാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഫൊറോനയിലെ 10 ഇടവകകളായ വലക്കാവ്, കൊഴിക്കുള്ളി, ഇരവിമംഗലം, പുത്തൂർ, ഭരത, പൊന്നൂക്കര, തൃക്കൂർ, വെട്ടുകാട്, മാന്നാമംഗലം, മരോട്ടിച്ചാൽ തുടങ്ങിയ പള്ളികളിൽ നിന്നും കൂടാതെ ചേരുംകുഴി പള്ളിയിൽ നിന്നും മാന്നാമംഗലം മലങ്കര റീത്ത് പള്ളിയിൽ നിന്നുമുള്ള വിശ്വാസികൾ പദയാത്രയിൽ പങ്കെടുത്തു. വിവിധ ഇടവകകളിലെ കൈക്കാരന്മാർ പതാകവാഹകരായി. തുടർന്ന് കൗൺസിൽ അംഗങ്ങൾക്ക് പതാക കൈമാറി. മാന്നാമംഗലം പള്ളിയിൽ തൃശൂർ അതിരൂപത സഹായമെത്രാൻമാർ ടോണി നീലങ്കാവിൽ സമാപന ആശീർവാദം നിർവഹിച്ചു. പുത്തൂർ ഫൊറോന വികാരി ഫാദർ ജോജു പനക്കൽ, മാന്നാമംഗലം സെന്റ് ജോൺ മരിയ വിയാനി പള്ളി വികാരി ഫാദർ പ്രിൻസ് നായങ്കര, പുത്തൂർ ഫൊറോന കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഡേവിസ് കണ്ണുങ്കാടൻ, കൗൺസിൽ അംഗങ്ങൾ, വിവിധ ഇടവകകളിലെ വൈദികരും പദയാത്രയ്ക്ക് നേതൃത്വം നൽകി. നമ്മുടെ ചെറുതാകുകയും ഈ തീർത്ഥയാത്ര വളരുകയും വേണം. ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൽ തന്നെ വിയാനി പുണ്യവാന്റെ ഈ തിരുനാളിനോടനുബന്ധിച്ചുള്ള ഏക തീർത്ഥയാത്ര നമ്മുടെ നിങ്ങളുടെ ഈ തീർത്ഥയാത്രയിലെ പ്രാർത്ഥനയും തീക്ഷ്ണതയും നിങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങൾക്ക് തമ്പുരാൻ ഉത്തരം നൽകുകയും ചെയ്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇത് ഈ കൊറോണയ്ക്കും നമ്മുടെ അതിരൂപതയ്ക്കും അപ്പുറത്ത് ദൈവജനം കാത്തിരിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഓർക്കാം. നമ്മുടെ നിയോഗങ്ങൾ മാത്രമല്ല, സഭ മുഴുവന്റെയും നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് വിയാനി പുണ്യവാൻ നമ്മെ പഠിപ്പിച്ചു തന്നിരിക്കുന്ന കാര്യം. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സഭയ്ക്ക് വേണ്ടി പരിത്യാഗമേൽക്കുക. സഭ എന്ന് പറയുന്നത് ഈ അച്ഛന്മാരും സിസ്റ്റർമാരൊന്നുമല്ല, നമ്മളെല്ലാവരും ചേർന്ന്. എന്നാൽ സഭയുടെ അനുപാലന ശുശ്രൂഷയിൽ തീർച്ചയായിട്ടും വൈദികർക്ക്, ഇടവക വൈദികർക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു നേർസാക്ഷ്യമാണ്
നമ്മൾ ഇന്ന് ഏറ്റവും മാതൃകയോടെ നോക്കിക്കാണുന്ന വിയാനി പുണ്യവാൻ. അത് വൈദികന്റെ മിടുക്കല്ല. കർത്താവ് തന്റെ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തുകൊണ്ട് ആരംഭിച്ച ആ ശിഷ്യന്മാരിൽ അടിസ്ഥാനപ്പെട്ട സഭ, ആ സഭയുടെ ആരംഭത്തിൽ തന്നെ ദൈവത്തിന്റെ പദ്ധതി അതായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ ചില സഹോദര മതങ്ങളിൽ കാണുന്നത് പോലെ ദൈവത്തിന് നേരിട്ട് ഒരു പുസ്തകം എഴുതി തന്ന് ഇനി അത് നിങ്ങൾ പഠിച്ചോ, അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുമെന്ന് പറയാമായിരുന്നു. അങ്ങനെയല്ല കർത്താവ് ചെയ്തത്. ദൈവം തന്നെ ഇറങ്ങി വന്ന് മനുഷ്യനായി അവതരിച്ച് ദൈവത്തിന്റെ വചനം നമ്മുടെ ഇടയിൽ മനുഷ്യനായി തീർന്നു. ആ ദൈവത്തിന്റെ വചനം നമ്മോട് പ്രഘോഷിക്കപ്പെട്ടു. പ്രഘോഷിച്ചത് വചനമായി ക്രിസ്തു, പ്രഘോഷിച്ചവൻ വചനമായി ക്രിസ്തു, പ്രഘോഷിച്ചത് ഈ വചനമായി തീർന്ന വചനം. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ ആദ്യം പ്രതികരിച്ചത് ഇടതുപക്ഷ എംപിമാരും താൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാരുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു. BJPയാണ് ആദ്യം ഇടപെട്ടതെന്ന തരത്തിലുള്ള വാദങ്ങൾ ഖേദകരമാണ്. തൃശൂരിൽ വാർത്താലേഖകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി ബിന്ദു. രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വേട്ട അതിഗുരുതരമായ പ്രശ്നമാണ്. ഇതിനെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായി അണിനിരക്കേണ്ട സമയമാണ്. ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് വേണ്ടി എന്നും ശക്തമായി നിലകൊള്ളുന്നത് ഇടതുപക്ഷമാണെന്നും മന്ത്രി ബിന്ദു പറഞ്ഞു. ജോൺ ബ്രിട്ടാസും ജോസ് കെ മാണിയും ഉൾപ്പെടെയുള്ള എംപിമാരാണ് പാർലമെന്റിൽ വിഷയം ഉന്നയിച്ചത്. ചില കോണുകളിൽ നിന്ന് BJPയാണ് പ്രശ്നത്തിൽ ആദ്യം ഇടപെട്ടത് എന്ന നിലയ്ക്കുള്ള പ്രചരണം നടത്തുന്നത് ശരിയല്ല. മറ്റു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വീണ്ടും വാർത്തയിലേക്ക്. ആവേശമായി സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് സെറിമോണിയൽ പരേഡും പതാക ഉയർത്തലും. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ 15ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഓഗസ്റ്റ് 2 രാവിലെ 9 മണിക്ക് തൃശൂർ AR ക്യാമ്പിൽ വെച്ച് നടന്ന ചടങ്ങിൽ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS തൃശൂർ സിറ്റി SPC പദ്ധതിയുടെ ഫ്ളാഗ് ഉയർത്തി. തുടർന്ന് നടന്ന തൃശൂർ സിറ്റിയിലെ 11 സ്കൂളുകളിലെ 330 കേഡറ്റുകൾ പങ്കെടുത്ത വർണ്ണാഭമായ സെറിമോണിയൽ പരേഡിൽ ജില്ലാ കളക്ടർ സല്യൂട്ട് സ്വീകരിച്ചു. തൃശൂർ ജില്ലാ കളക്ടർ ശ്രീ അർജുൻ പാണ്ഡ്യൻ IAS, തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ ഇളങ്കോ R IPS, SPC ജില്ലാ നോഡൽ ഓഫീസറും തൃശൂർ സിറ്റി പോലീസ് അഡീഷണൽ SPയുമായ ശ്രീ ഷീൻ തറയിൽ തുടങ്ങിയവർ മുഖ്യാതിഥികളായ ചടങ്ങിൽ ആര്യാമ്പാടം സർവോദയം സ്കൂളിലെ കേഡറ്റ് ഐശ്വര്യ നയിച്ച സെറിമോണിയൽ പരേഡിൽ വടക്കാഞ്ചേരി ഗേൾസ് ഹൈസ്കൂൾ 1ാം സ്ഥാനം നേടി. അസിസ്റ്റന്റ് ജില്ലാ നോഡൽ ഓഫീസർ സബ് ഇൻസ്പെക്ടർ ജ്യോതിസ് തോമസ്, സബ് ഇൻസ്പെക്ടർ TN ജയപ്രകാശ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ സ്റ്റേഷൻ റൌഡി ബഷീറിനെ കാപ്പ ചുമത്തി 6 മാസത്തേക്ക് നാടുകടത്തി. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ റൌഡിയും കയ്പമംഗലം, വലക്കാവ്, കാട്ടൂർ എന്നീ സ്റ്റേഷനുകളിൽ 9ഓളം ചീറ്റിംഗ് കേസുകളിൽ പ്രതിയുമായ എടത്തുരുത്തി കുട്ടമംഗലം സ്വദേശി പോക്കാക്കില്ലത്ത് വീട്ടിൽ ബഷീർ എന്നയാളെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPS നൽകിയ ശുപാർശയിൽ
തൃശൂർ റേഞ്ച് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ അവറുകളുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 6 മാസത്തേക്ക് നാടുകടത്തുന്നതിന് ഉത്തരവ് പുറപ്പെടുവിച്ചത്. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിജു ആർ, SI-മാരായ അഭിലാഷ് ടി, സജീഷ് KU, CPO സുനിൽകുമാർ TS തുടങ്ങിയവർ കാപ്പ ചുമത്തുന്നതിന് പ്രധാന പങ്കുവഹിച്ചു. കാപ്പ ലംഘനം നടത്തിയ കേസിൽ നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയായ ഷാബിദ് റിമാൻഡിലേക്ക്. തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ IPS പുറപ്പെടുവിച്ച കാപ്പ ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയായ കുപ്രസിദ്ധ ഗുണ്ട കയ്പമംഗലം ബോർഡ് സ്വദേശി പള്ളിപ്പറമ്പിൽ വീട്ടിൽ ഷാബിദ് എന്നറിയപ്പെടുന്ന ഷാബിദ് എന്നയാളെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിജു ആർ, SI അഭിലാഷ് ടി, CPOമാരായ ജോസഫ് OF, സുജിത് PS, ജിനേഷ് തുടങ്ങിയവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ 15ാം വാർഷിക ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള സെറിമോണിയൽ പരേഡ് 2025 ഓഗസ്റ്റ് 2 ശ്രീകൃഷ്ണ HSS ആനന്ദപുരത്ത് വെച്ച് നടന്നു. ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ശ്രീമതി ഡോക്ടർ ആർ ബിന്ദു സെറിമോണിയൽ പരേഡ് സല്യൂട്ട് സ്വീകരിച്ചു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPS പതാക ഉയർത്തി. SPC പദ്ധതി പുതുതായി ആരംഭിച്ച സ്കൂളുകളുടെ ഉദ്ഘാടനവും ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ശ്രീമതി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. നിയമത്തെ സ്വയമേധയാ അനുസരിക്കുകയും അച്ചടക്കത്തിൽ അധിഷ്ഠിതമായ പരിശീലനത്തിലൂടെ സമൂഹത്തിന് മുതൽക്കൂട്ടാകുന്ന വിധം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള തിന്മകളിൽ നിന്നും അകന്നു നിൽക്കുന്നതുമായ ഒരു പുതുതലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതി ഇന്ന് ആഗോളതലത്തിൽ ശ്രദ്ധയാകർഷിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 2010 തുടക്കം കുറിച്ച ഈ പദ്ധതി സംസ്ഥാനത്ത് 120 സ്കൂളുകളിൽ നിന്നും 1000-ൽ കൂടുതൽ സ്കൂളുകളിലേക്ക് വ്യാപിച്ചുകൊണ്ട് സജീവ പ്രവർത്തനം നടത്തിവരികയാണ്. സ്കൂളുകളിൽ ആരംഭിച്ച SPC പദ്ധതിയുടെ ഉദ്ഘാടനവും അവർക്കുള്ള യൂണിഫോം വിതരണവും നടത്തി. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ഇൻസ്ട്രക്ടർമാരും മറ്റുമായി 550ഓളം പേർ പങ്കെടുത്തു. സിനോജ് TS, ബിജുകുമാർ PS, ബിജോയ് PR, ജോസ് ചിറ്റിലപ്പള്ളി, പ്രദീപ് N, ശ്രീമതി വൃന്ദാകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടെ. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ പട്ടയ വിതരണം റവന്യൂ മന്ത്രി K. രാജൻ നിർവഹിച്ചു. വയലൻസ് ക്ലബ് ഓഫ് പാണഞ്ചേരി ടൗൺ കുടുംബസംഗമവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ പൊന്നൂക്കരയിൽ തെരുവുനായ ശല്യം രൂക്ഷം. 1 മാസത്തിനിടെ നിരവധി പേർക്ക് കടിയേറ്റു. തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും വിവിധ ചടങ്ങുകളോടെ നടന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.